ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നവംബർ മാസത്തിൽ എന്തൊക്കെ നട്ടുപിടിപ്പിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പം കഴിഞ്ഞ വീഡിയോസ് എല്ലാം നമ്മൾ ഓരോ മാസത്തെയും കൃഷി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ മാസത്തിലും ഞാൻ പറയുന്നതനുസരിച്ച് കൃഷി ചെയ്യുന്നവർക്ക് ഡെയിലി നമ്മുടെ പറമ്പിലോട്ട് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും, അത്യാവശ്യത്തിന് വേണ്ടുന്നതായ പച്ചക്കറികൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കും ഇവിടെ ഡെയിലി വേണ്ടുന്നതായ പച്ചക്കറികൾ ഞാൻ വിളവെടുക്കുന്നതൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അത് ഒരു പ്രചോദനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യുക, എന്നിട്ട് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കുക, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ നവംബർ മാസത്തിൽ എന്തൊക്കെ കൃഷി ചെയ്യാൻ നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം കുറേ പേര് പറയുന്നുണ്ട് മിനിയെ കാണുന്നില്ല എന്ന്. അപ്പം ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാത്തതുകൊണ്ടാണ് മിനിയെ കാണാത്തത്. അപ്പം ഞാനെൻ്റെ ജോലി എല്ലാ ദിവസവും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം നിങ്ങൾ വീഡിയോ കാണാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം നവംബർ മാസത്തിൽ നന്നായിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്ന ഒന്നാണ് തക്കാളി കൃഷി എന്ന് പറയുന്നത്. നന്നായിട്ട് നമുക്ക് വിളവെടുക്കാം കേട്ടോ. ഇപ്പം ജൂൺ മാസം മുതൽ ഞാനിവിടെ തക്കാളി നടുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാനും പറ്റുന്നുണ്ട്. പുറത്തുനിന്ന് ഞാൻ വാങ്ങിക്കുന്നതേ ഇല്ല ഇപ്പം തക്കാളി. അത്രമാത്രം നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വേസ്റ്റ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ പിടിച്ചു വരികയാണ് കണ്ടോ. ഇപ്പം രണ്ടാമത്തെ തലമുറയിലെ തക്കാളിയാണ്. ഇഷ്ടം പോലെ പൂവും കായും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഞാനൊരു 5-6 മൂട ഇവിടെ നട്ടിട്ടുള്ളൂ. അതിനകത്തെല്ലാം ഇതേപോലെ കായ് വരുന്നുണ്ട്. അപ്പോൾ അതുതന്നെ ഈ പഴുത്ത ഇലകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കൈയോടെ അങ്ങ് നുള്ളി മാറ്റിയേക്കണം കേട്ടോ. അതിനെ നമ്മൾ നിർത്തണ്ട. എല്ലാ പച്ചക്കറിയിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. താഴെയുള്ള പഴുത്ത ഇലകളെ നമ്മൾ കട്ട് ചെയ്തങ്ങ് മാറ്റിയേക്കാം. ഇവിടെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അടുത്തതിനകത്തും ഇതേപോലെ കായ്കൾ പിടിച്ച് വരുന്നുണ്ട് കണ്ടോ. അപ്പം ഞാനിവിടെ വേസ്റ്റ് വെള്ളമൊക്കെ കൊണ്ടുവച്ചേക്കുന്നത് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒഴിച്ചു കൊടുക്കും. അപ്പം മേലോട്ടെല്ലാം പൂക്കൾ വരുന്നുണ്ട്. അപ്പം കാറ്റും മഴയത്തും ഒന്നും വീണു പോകാതെ എന്തെങ്കിലും കയറോ കമ്പോ ഒക്കെ കൊണ്ടുവച്ച് നമ്മൾ കെട്ടി അതിനെ ബന്ധിപ്പിച്ച് നിർത്താമെന്നുണ്ടെങ്കിൽ അത് വീണു പോകാതെ നമുക്ക് കായ്കളൊക്കെ പറിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ സിമെൻറ്റ് ചാക്കിനകത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മുളക് കൃഷി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ മുളക് പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം ആ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം, എങ്ങനെയാണ് വളപ്രയോഗമൊക്കെ ചെയ്തതെന്നുള്ളത്. ഒരു 7-8 ചാക്കിനകത്ത് ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും നന്നായിട്ട് പൂക്കളും കായ്കളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നവംബർ മാസത്തിൽ നമുക്ക് മുളക് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിന് പ്രത്യേകിച്ച് നമ്മൾ തറയിലോ ടെറസിലോ ചാക്കിലോ സിമെൻറ്റ് ചാക്കിലോ അരിച്ചാക്കിലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നടാവുന്നതാണ്. എപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരു 5 മുളകെങ്കിലും അത്യാവശ്യമാണല്ലോ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ വാങ്ങുന്ന വറ്റൽമുളകെങ്കിലും പൊട്ടിച്ചിട്ട് നിങ്ങൾ നടാനായിട്ട് ശ്രമിക്കുക. അതല്ല നിങ്ങൾക്ക് വെറൈറ്റി പച്ചമുളകൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു 15-20 ടൈപ്പോളം പല ടൈപ്പിലുള്ളതായ മുളകൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ പറമ്പിൽ നടുകയെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക രസമായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ നടുമ്പോഴുണ്ടല്ലോ ചിലർ പറയുന്നുണ്ട് വിത്തുകൾ കിളിക്കുന്നില്ല എന്നുള്ളത്. അപ്പം അതെങ്ങനെ എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം, എങ്ങനെയാണ് പാകുന്നതെന്നുള്ളത്. ഇതിപ്പം മാലി മുളക് പാകി വെച്ചിരിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ കൊടുക്കുന്നതായ വിത്തുകൾ വരുമ്പോൾ ഞാനിങ്ങനെ സ്വല്പം എടുത്തിട്ടൊന്ന് പാകി വെക്കുന്നതാണ്. അപ്പം ഇതിനകത്തുനിന്ന് വലുത് ഞാൻ വേറെ ഗ്രോ ബാഗിനകത്തോട്ടും പറമ്പിലുമൊക്കെ നട്ട് കഴിഞ്ഞു. ഇത് നടുക എന്ന് വെച്ചാൽ കുറച്ച് മണ്ണും എടുത്ത് ഒരു സ്വല്പം ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് ഇതേപോലുള്ള കൊച്ചു നമ്മുടെ പോട്ടിനകത്ത് നട്ട് വയ്ക്കുക, പാകി വയ്ക്കുക. ഒരുപാട് വെള്ളം കൊണ്ടൊന്നും ഒഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ മഴയത്ത് വയ്ക്കാതിരിക്കുക, ഒരുപാട് വെയിലത്തും വയ്ക്കാതിരിക്കുക. തണലത്ത് വെച്ചിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ വെയിലൊക്കെ കൊള്ളിച്ചാൽ മതി. അപ്പോൾ അത് പെയ്യെ എല്ലാം ഇനി മുളച്ച് വരും. അപ്പം മുളയ്ക്കുന്നില്ല എന്ന് കുറേ പേര് പരാതി പറയാനുണ്ട്. നമ്മളിവിടെ മുളച്ച് നോക്കിയിട്ട് പിന്നെ ഇത് നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് കേട്ടോ. അപ്പം ഒരു 5-6 ഇല പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കതിനെ പറിച്ച് മാറ്റി എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ കുറച്ച് സ്ഥലം ഞാൻ എടുത്തിട്ടുണ്ടല്ലോ, കുറേ പച്ചക്കറികൾ നട്ടിട്ടുണ്ട്. ഒരു നല്ല സന്തോഷം ഇങ്ങോട്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ ഇത്രയും സ്ഥലം എടുത്തിട്ട് അതിനെ നമ്മൾ നല്ല വൃത്തിയായിട്ട് നോക്കുക. അവിടെ പുല്ല് കയറാതെയും കാട് കയറാതെയൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പച്ചക്കറി നടാനായിട്ട് സാധിക്കും. ഓരോ സ്ഥലം എടുത്തിട്ട് സ്ക്വയറായിട്ട് എടുത്തിട്ട് നടുക. അപ്പം നമുക്കിപ്പം നടാവുന്നതാണ്. പലതരത്തിലുള്ളതായ വഴുതനകൾ നടാം, അതുപോലെ പലതരം വെണ്ടകൾ നടാം. ഒക്കെയാണ് ഇവിടെ വഴുതന നട്ടിട്ടുണ്ട്. അതിനെല്ലാം വളമൊക്കെ ഇട്ടിട്ട് മണ്ണടുപ്പിച്ചിട്ടിരിക്കുന്നതാണ്. ചാണകവും സൂപ്പർ മീലോ കൊടുത്തിട്ടുണ്ട്. പിന്നെ തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കോഴിവളോ കമ്പോസ്റ്റോ ഒക്കെ നമുക്ക് വളമായിട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് മഴയും പെയ്യുന്നുണ്ട് വീഡിയോ എടുക്കുമ്പം തന്നെ. അപ്പം പെട്ടെന്ന് ഞാനങ്ങ് പറയുകയാണേ. അപ്പോൾ തൊട്ടപ്പുറത്തോട്ട് പല ടൈപ്പിലുള്ളതായ വെണ്ടകൾ. അപ്പം നിങ്ങൾക്ക് വെണ്ടയൊക്കെ കുഴിച്ചിടാന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെണ്ടയ്ക്ക വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ മരവെണ്ടയുണ്ട്, കൊമ്പൻ വെണ്ടയുണ്ട്, അഞ്ചിത വെണ്ടയുണ്ട്, അർക്ക അനാമിക നട്ടിട്ടുണ്ട്. ഇങ്ങനെ പല ടൈപ്പിലുള്ളതായ വെണ്ടയ്ക്കകളാണ് നിൽക്കുന്നത്. കുറേയൊക്കെ മൂത്ത് നിൽപ്പുണ്ട്, ഇളയതും ഉണ്ട്.
അപ്പം ഒന്നരാടം വന്ന് വിളവെടുക്കുമ്പോൾ എൻ്റെ ഡെയിലി വേണ്ടതായ കറികൾക്ക് ഇതിൽ നിന്നൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പയറാണെന്നുണ്ടെങ്കിലും വെണ്ടയാണെന്നുണ്ടെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം ഈ വെണ്ട അങ്ങോട്ട് വിളവെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത വെണ്ട ദാണ്ട് ഇവിടെ പരുവായിട്ട് വരുന്നുണ്ട് കണ്ടോ, നട്ടിട്ടുണ്ട്. പിന്നെ കൂർക്ക നട്ടിട്ടുണ്ട് കേട്ടോ. കൂർക്ക കൃഷി കുറച്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുഞ്ഞു കായൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും ഇതുവരെ ഞാൻ വിളവെടുത്തിട്ടില്ല. ആദ്യം ഒരു പ്രാവശ്യം നന്നായിട്ട് വിളവിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം കുറച്ച് ഇങ്ങനെ എടുത്ത് നട്ടു. അതിങ്ങനെ അതിൻ്റെ തണ്ട് ഒടിച്ച് മാറ്റി നട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഇവിടെ ഞാൻ കുറച്ച് ശീതകാല പച്ചക്കറികളാണ് നട്ടിരിക്കുന്നത്. നമ്മുടെ കോളിഫ്ലവർ, ക്യാബേജ് നട്ടപ്പം മുതലേ മഴയാണ്. എന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് കുറേയൊക്കെ തലയൊക്കെ പൊങ്ങി വരുന്നുണ്ട്. നമ്മളൊരു 10 എണ്ണമെങ്കിലും നട്ടാൽ മാത്രമേ നമുക്കൊരു 7 എണ്ണമെങ്കിലും കിട്ടുകയുള്ളൂ. അത് ഞാൻ എപ്പോഴും പറയുന്നതാണല്ലോ. കുറച്ചൊക്കെ പോയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പം വേറെ തൈകൾ നിൽപ്പുണ്ട്. അത് നമുക്കിനി മാറ്റി നടണം. ഇതിനൊക്കെ നന്നായിട്ട് വളം കൊടുക്കണം. എന്നിട്ട് അതിന് വളരുന്നതിനനുസരിച്ച് ചുവടൊക്കെ വെട്ടി അടുപ്പിച്ച് കൊടുക്കുക. നമ്മുടെ കയ്യിൽ എന്ത് വളമാണോ ഉള്ളത് അതൊക്കെ നമുക്ക് ഇതിന് കൊടുക്കാവുന്നതാണ്. ഇപ്പം നവംബർ മാസത്തിൽ ഒരു 10 ടൈപ്പ് പച്ചക്കറിയെങ്കിലും നിങ്ങൾ നടാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇപ്പം നന്നായിട്ട് വരുന്നതാണ് സലാഡ് കുക്കുംബർ എന്ന് പറയുന്നത്. സലാഡ് കുക്കുംബർ നടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫലം കിട്ടുന്ന ഒരു സമയമാണ് നവംബർ, ഡിസംബർ, ജനുവരി വരെയൊക്കെ. അപ്പോൾ അതും നിങ്ങൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ അമരവർഗ്ഗത്തിൽപ്പെട്ട എന്തും നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ ചീരയൊക്കെ നടുകയെന്നുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ മഴ നിൽക്കുകയെന്നുണ്ടെങ്കിൽ അതിനെ രക്ഷിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. മഴമറയിലൊക്കെ ചെയ്യുന്നവർക്ക് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അതല്ല ഷെയ്ഡിലൊക്കെ വെച്ച് കൃഷി ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. നവംബർ മാസത്തിൽ കുക്കുംബർ കൃഷി നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സമയമാണ് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി മാസം വരെ നമുക്ക് കുക്കുംബർ കൃഷി നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എല്ലാം ദാണ്ടെ അതിൻ്റെ പൂ കൊഴിഞ്ഞു പോയതാണ്. അപ്പം ഇവിടെ എല്ലാം നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട് കണ്ടോ. ഓരോ നോഡിലും ഇത് ഈ കുക്കുംബർ പിടിക്കും. നമുക്കൊരു നഷ്ടം വരത്തില്ല ഈ കുക്കുംബർ നട്ടാൽ. ഇനി നമുക്ക് ചെറുതിനകത്ത് പിടിച്ചിരിക്കുന്നതും കൂടെ ഒന്ന് കാണാം. ഇവിടെ ഞാൻ 3-4 കുക്കുംബർ വിത്തുകൾ നട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം നന്നായിട്ട് കിളിച്ച് വരുന്നുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് നിന്നേ ഇങ്ങനെ കായ്കൾ വരുവാണ് കേട്ടോ. ഓരോ നോഡും കായ്കൾ കൊണ്ട് നിറഞ്ഞാണ് വരുന്നത് കണ്ടോ. അതുകൊണ്ട് തൊട്ടപ്പുറത്തോട്ടും പൂവും കായും ഒക്കെ വരുമ്പോൾ ചാണകത്തിനകത്ത് ഫിഷ് അമനയും കൂടെ കലക്കി ഇതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മുടെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിക്കുകയെന്നുണ്ടെങ്കിലും നന്നായിട്ട് കുക്കുംബർ വിളവെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കുക്കുംബർ ചെടിയെ കണ്ടാൽ വളരെ ചെറുതാണ്. ചെറു പ്രായത്തിലെ തന്നെയാണ് ചുവട്ടിൽ നിന്നേ ഇങ്ങനെ കായ്കൾ വരികയാണ് കണ്ടോ. അപ്പോൾ ആരോ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പെൺപൂവും ആൺപൂവും എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത്. പെൺപൂവിനകത്ത് ദാണ്ട് ഇതേപോലെ കായും പൂവും ആയിട്ടാണ് വരുന്നത്. ആൺപൂവിനകത്ത് പൂവ് മാത്രമേ കാണത്തുള്ളൂ. ഇവിടെ കുറേ മരവെണ്ടയാണ് നട്ടിരിക്കുന്നത്. എല്ലാം നല്ല തഴച്ചേറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നിങ്ങനെ മണ്ണിളക്കി കൊടുക്കുകയും എന്തെങ്കിലും സ്ലറി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് പയർ നടാനും പറ്റിയ സമയമാണ് കേട്ടോ. നവംബർ മാസത്തിൽ നമുക്ക് പയറും നന്നായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. പല ടൈപ്പിലുള്ളതായ പയറുകളുണ്ട്, പല കളറിലുള്ള പയറുണ്ട്, അതുപോലെ കുറ്റിപ്പയറുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ നമ്മൾ നടുക. ഒരു 10 ടൈപ്പെങ്കിലും നടാമെന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നടാം. അതല്ല നിങ്ങൾ ടെറസിലാണ് നടുന്നുണ്ടെങ്കിലും ഒരു 5-6 ടൈപ്പെങ്കിലുമൊക്കെ നടുകയെന്നുണ്ടെങ്കിൽ മാറി മാറി നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. നല്ല രസമാണ്. നമ്മുടെ ടെറസിലോട്ടൊക്കെ കയറി കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയല്ലേ. അപ്പം അങ്ങനെയൊക്കെ നടാനായിട്ട് ശ്രമിക്കാം. അപ്പം നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹം കാണും. അപ്പം നമ്മൾ പുതുതായിട്ട് ഒരു ഗ്രോ ബാഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ കൊടുക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രോ ബാഗ്. 12x12 ആണ്. 250 GSM ആണ് നമ്മുടെ ഗ്രോ ബാഗ്. അപ്പോൾ ഞാൻ ഇതിനകത്തെല്ലാം കരിയില നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി മണ്ണൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതൊക്കെ നിറച്ചിട്ട് ഇനി കൃഷിയൊക്കെ ചെയ്യണം. വഴുതന തന്നെ ആണെന്നുണ്ടെങ്കിലും പല ടൈപ്പിലുണ്ട് കേട്ടോ. ഇത് ഹരിത വഴുതനയാണ്. ഇത് നല്ല പച്ച കളറിൽ ഹരിത വഴുതന. അതിനകത്തൊക്കെ പൂക്കളും കായ്കളും ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ അടിയിലൊക്കെ പഴുത്ത ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നുള്ളി മാറ്റി കളഞ്ഞേക്കുക. ഈ വഴുതനയ്ക്കൊക്കെ പെട്ടെന്ന് ഓരോ അസുഖങ്ങൾ വരും കേട്ടോ. നിൽക്കുന്ന നിപ്പിൽ തന്നെ തണ്ടൊക്കെ വാടി പോകാറുണ്ട്. അപ്പോൾ അതിനകത്ത് ആ തണ്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. തണ്ട് ഇതേപോലെ ഒടിഞ്ഞിഞ്ഞ് വരും. അതിനകത്ത് ചെറിയ പുഴുക്കൾ കാണും കേട്ടോ. അപ്പോൾ അങ്ങനെ വാടി നിൽക്കുന്ന തണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അന്നേരം മാറ്റണം. നമ്മുടെ നോട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ. അല്ലാതെ എപ്പോഴും നമ്മൾ കീടനാശിനിയും തളിച്ചുകൊണ്ടിരുന്നതൊന്നും പറ്റത്തില്ല. അപ്പം ജൈവ രീതിയിൽ തന്നെ എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീട്ടിലുള്ളതായ വളങ്ങൾ ഉപയോഗിക്കുക.
വേസ്റ്റാക്കി കളയുന്ന വെള്ളങ്ങളൊക്കെ ഈ പച്ചക്കറിക്ക് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നവംബർ മാസത്തിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്ന ഒന്നാണ് നമ്മുടെ പീച്ചിലെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാവൽ, കോവൽ, പിന്നെ എന്താണ് നമ്മുടെ ചുരയ്ക്ക, പടവലം, ഇതെല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ടോ. നിത്യവഴുതന എല്ലാം നട്ടുപിടിപ്പിക്കുക. നല്ല നീളൻ പീച്ചിലാണ് കേട്ടോ ഇത്. നിങ്ങൾ ആരെങ്കിലും നട്ടിട്ടുണ്ടോ ഇതുവരെ പീച്ചിൽ? ഇത്രയും നല്ല നീളൻ കായാണ്. ഒരെണ്ണം അധികം നമുക്കൊരു ദിവസത്തേക്ക്. അപ്പോൾ കുറേയൊക്കെ നമുക്ക് കിട്ടും, കുറച്ചൊക്കെ പഴുത്ത് പോകും. എന്നാലും അതിനകത്ത് കഞ്ഞിവെള്ളത്തിനകത്ത് കടലപ്പിണ്ണാക്കും സ്വല്പം വേപ്പും പിണ്ണാക്കും കൂടെ പൊളിപ്പിച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ആ പഴുത്ത് പോകുന്ന ഇത് തടയാനായിട്ട് സാധിക്കും. അതുപോലെ പൂത്ത് കായൊക്കെ പിടിക്കുന്ന സമയത്ത് ഫിഷാമിനൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കായ്കളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ നവംബർ മാസത്തെ കൃഷി വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതേപോലെയൊക്കെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വിത്തുകളും ഗ്രോ ഒക്കെ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തുകളും ഗ്രോ ബാഗും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.